ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വസുദേവരും നന്ദഗോപരും തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയെ പറ്റിയിട്ടാണ്. കൂടിക്കാഴ്ച എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി വസുദേവർ നന്ദഗോപരെ യാത്രയാക്കുന്ന ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ നന്ദഗോപർ അമ്പാടിയിൽ എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ്. പൂതനാമോക്ഷം. കംസൻ തീരുമാനിച്ചിരുന്നു 10 ദിവസം വരെ പ്രായമുള്ള കുട്ടികളെ തിരഞ്ഞുപിടിച്ച് കൊല്ലുന്നതിനായിട്ട്. അതിനു വേണ്ടിയിട്ട് കംസൻ അസുരന്മാരെ നിയോഗിക്കുകയും ചെയ്തു. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, ബകാസുരന് ഒരു സഹോദരിയുണ്ട് പൂതന, അവൾ വളരെ മിടുക്കിയാണ് ഈ കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പൂതനയെ ഈ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു. അങ്ങനെ പൂതന എന്ന ആ രാക്ഷസി മനോഹരിയായ ഒരു യുവതിയുടെ വേഷം ധരിക്കുകയാണ്. അങ്ങനെ പല ഗ്രാമങ്ങളിലും ഗൃഹങ്ങളിലുമെല്ലാം കയറി ഇറങ്ങി കുഞ്ഞുങ്ങളെ 10 ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ രഹസ്യമായി അന്വേഷിച്ച് അവസാനം പൂതന എവിടെ എത്തിച്ചേർന്നു? നന്ദഗോപരുടെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. അവിടെ പൂതനെ അന്വേഷിച്ചു നടന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ കണ്ടെത്തുകയാണ്. പൂതനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഈ കുഞ്ഞ് ഒരു അത്ഭുത ശിശുവാണെന്ന്. ആരു കണ്ടാലും കൊതി തോന്നുന്ന തരത്തിലുള്ള രൂപലാവണ്യമുള്ള ഒരു സ്ത്രീ ആയിട്ടായിരുന്നു പൂതനയുടെ വരവ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈ സ്ത്രീയെ അത്ര ഒരു സംശയത്തിൻ്റെ രീതിയിൽ നോക്കിയതുമില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് ഓരോ വീട്ടിലും കയറി ഇറങ്ങുന്നത്. അങ്ങനെ നന്ദഗോപരുടെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും വിചാരിച്ചു കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന ഏതോ ഒരു സ്ത്രീയാണ്, നന്ദഗോപരുടെ ഏതെങ്കിലും ബന്ധത്തിൽപ്പെട്ട സ്ത്രീ ആയിരിക്കും എന്നൊക്കെ അവർ വിചാരിച്ചു. അങ്ങനെ പൂതന ആ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് എത്തുകയാണ്. ആ സമയത്ത് കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുകയായിരുന്നു. യശോദയും രോഹിണിയും ഒന്നും അവിടെ ഉണ്ടായിരുന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകളൊക്കെ ഏതെങ്കിലും ബന്ധുവായിരിക്കും എന്ന നിലയിൽ സംശയിച്ചതുമില്ല. അങ്ങനെ തൊട്ടിലിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ പൂതന ഒന്ന് നോക്കുകയാണ്. പൂതനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചു വന്ന ആ കുഞ്ഞ്. കുഞ്ഞ് കപടനിദ്ര ചെയ്യുകയാണ്, കള്ളയുറക്കം. പൂതന എന്തു ചെയ്യുന്നു? ആ കുഞ്ഞിനെ ആകപ്പാടെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ അവൾ കോരിയെടുക്കുകയാണ്. കോരിയെടുത്തിട്ട് തൻ്റെ മാറോട് ചേർത്തു പിടിച്ച് ആ വിഷം പുരട്ടിയ ആ മുലക്കണ്ണ് ഉണ്ണിക്കണ്ണൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൾ കുഞ്ഞിനെ ലാളിക്കുന്ന ആ സ്നേഹവായ്പൊക്കെ കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോപസ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷമായി. അവർക്ക് യാതൊരു സംശയവും തോന്നിയതുമില്ല. അങ്ങനെ കുഞ്ഞിനെ അവൾ മുലയൂട്ടുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണിക്കണ്ണൻ അവളുടെ മുലപ്പാലിനോട് കൂടെ തന്നെ അവളുടെ പ്രാണനെയും ജഗത്പതി വലിച്ചു കുടിക്കുവാൻ തുടങ്ങി. വേദന കൊണ്ട് ആ രാക്ഷസി ഞെളിയുകയും പുളയുകയും ചെയ്തുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചിൽ നിന്നും തള്ളി നീക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ കുറച്ചുകൂടി ശക്തിയായി ആ മുലയിൽ അള്ളിപ്പിടിച്ചു കിടന്നു ആ കൊച്ചുണ്ണിക്കണ്ണൻ. അയ്യോ ഉണ്ണി വിട് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിൻ്റെ മുഖം തൻ്റെ മുലയിൽ നിന്നും തള്ളി മാറ്റാനായിട്ട് ആ രാക്ഷസി വീണ്ടും കഠിന വേദനയോടുകൂടി പരിശ്രമിച്ചു. പക്ഷേ ഉണ്ണിക്കണ്ണൻ അത് വകവച്ചില്ല. അവളുടെ മുലകൾ മാറി വീണ്ടും അതിശക്തിയായി കുടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ പ്രാണനായിരുന്നു ഭഗവാൻ കുടിച്ചുകൊണ്ടേയിരുന്നത്. ഒടുവിൽ
പ്രാണവേദനയോടുകൂടി ആ രാക്ഷസി തൻ്റെ സ്വന്തം രൂപം ധരിക്കുകയാണ്. കൈകാലുകൾ നിലത്തടിച്ച് ഞെളിഞ്ഞു പുളഞ്ഞ് പല്ലുകളിളിച്ച് 8 ദിഗന്ധങ്ങളും മുഴങ്ങുമാറ് അലറി വിളിച്ച് കണ്ണുകൾ തുറിച്ച് അവളൊരു വൻമല പോലെ ചത്തുമറിഞ്ഞ് മലർന്നു വീണു. അവളുടെ നവദ്വാരങ്ങളിലും രോമകൂമങ്ങളിലും കൂടി രക്തം സ്രവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവളുടെ പ്രാണനെ പ്രാണദായകനായ സാക്ഷാൽ വൈകുണ്ഠപതി ഉണ്ണികൃഷ്ണൻ തിരിച്ചെടുത്തു കഴിഞ്ഞു. അങ്ങനെ അവൾ ഈ ലോകം വെടിഞ്ഞു. അങ്ങനെ വൈകുണ്ഠപതിക്ക് കുടിക്കുന്നതിനായി തൻ്റെ പ്രാണൻ തന്നെ പൂതന നൽകുകയാണ്. അതുകൊണ്ട് തന്നെ പൂതനയ്ക്ക് എന്താണ് ലഭിച്ചത്? മോക്ഷമാണ് ലഭിച്ചത്. മുലയൂട്ടി വളർത്തിയ യശോദയ്ക്ക് അർഹമായ മുക്തിയേക്കാൾ ഉത്കൃഷ്ടമായ മുക്തിയാണ് മുലയിൽ കൂടി പ്രാണനെ ദാനം ചെയ്ത പൂതനയ്ക്ക് ലഭിച്ചത്. ഇതെല്ലാം കേട്ടുകൊണ്ട് കണ്ടുകൊണ്ട് അവിടെ നിന്ന ഗോപസ്ത്രീകൾ അലറിക്കരഞ്ഞു. രാക്ഷസിയെ കണ്ട് അവർ ഭയന്നു. അവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് എല്ലാവരും അവിടേക്ക് ഓടിക്കൂടി. എന്നിട്ട് ഇതൊന്നും അറിയാതെ ആ രാക്ഷസിയുടെ മാറിൽ കണ്ണടച്ച് പാല് കുടിച്ചുകൊണ്ടിരുന്ന ഉണ്ണിക്കണ്ണനെ അവർ വാരിയെടുത്തു. അത് കണ്ടപ്പോഴേക്കും യശോദ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിച്ച് അകത്ത് കൊണ്ടുപോയി ധാരാളം പാല് കുഞ്ഞിന് കൊടുത്തു. അതിനുശേഷം കാലദോഷപ്പിഴ നീങ്ങുവാനും രാക്ഷസി തൊട്ടതുമൂലമുള്ള അശുദ്ധി മാറുവാനും വേണ്ടി യശോദ പശുക്കളുടെ വാലുകൾ കൊണ്ട് പൈതലിനെ ഉഴിഞ്ഞ് ഗോമൂത്രത്തിൽ കുളിപ്പിച്ച് ഒരു ബ്രാഹ്മണനെ വിളിച്ച് അപ്പോൾ തന്നെ ശുദ്ധികർമ്മവും കഴിപ്പിച്ചു. ഇവിടെ ഗോമൂത്രത്തിൽ കുളിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഹിന്ദുമത വിശ്വാസപ്രകാരം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചാണകവും ഗോമൂത്രവും ഒക്കെ തന്നെ വളരെ പരിശുദ്ധമായി കണക്കാക്കുന്നു. നമ്മുടെ വിശ്വാസപ്രകാരം ജ്യേഷ്ഠാദേവി പശുക്കളുടെ മുഖത്തും മഹാലക്ഷ്മി പശുക്കളുടെ പിൻഭാഗത്തും വസിക്കുന്നു. നമ്മൾ ഒരു നല്ല കാര്യം നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഭഗവതി എഴുന്നള്ളുകയാണ്. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ചാണകമൊക്കെ കൊണ്ട് തറയൊക്കെ നന്നായിട്ട് മെഴുകും. എന്നിട്ട് ആ തറയിലാണ് ഭഗവാനെ എഴുന്നള്ളിപ്പിച്ച് അല്ലെങ്കിൽ ഭഗവതിയെ എഴുന്നള്ളിപ്പിച്ച് ഇരുത്തുന്നത്. പഴയ കാലത്ത് ചാണകം മെഴുകിയ തറയിലായിരുന്നു നമ്മൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. നമ്മുടെ പഴയ വീടുകളിലൊക്കെ തന്നെ ചാണകമായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? മെഴുകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ ആളുകളൊക്കെ ചാണകസംഖി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചാണകമൊന്നും നല്ലതല്ല. കാരണം പശുക്കളൊന്നും നല്ല ആഹാരങ്ങളൊന്നുമല്ല കഴിക്കുന്നത്. അവർ നല്ല പുല്ലുകളോ നല്ല വൈക്കോലോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ നമ്മൾ പശുവിന് കൊടുക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന ഓരോ ആഹാരങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് ഈ പശുക്കളുടെ ചാണകത്തിനും മൂത്രത്തിനും ഒക്കെ തന്നെ ദോഷമുണ്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ നമുക്ക് ഉണ്ട്. നമ്മൾ മനസ്സുകൊണ്ടല്ല ചിന്തിക്കുന്നത്, ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പം ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക. എല്ലാ ദേവീദേവന്മാർക്കും കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ വഴിപാടുകൾ നേർന്നു. ആര്? യശോദാദേവി. അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് മുറിയിൽ ചെന്ന് അതിന് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മധുരാപുരിയിൽ പോയിരുന്ന നന്ദഗോപരും അവിടെ എത്തിച്ചേർന്നു. വന്നപ്പോൾ തന്നെ സകല വിവരങ്ങളും നന്ദഗോപര് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് അദ്ദേഹം വസുദേവര് പറഞ്ഞ കാര്യമൊക്കെ വീണ്ടും വീണ്ടും ഓർത്തു. ചത്തുമലച്ചു കിടക്കുന്ന പൂതനയുടെ ജഡവും അദ്ദേഹം കണ്ടു. അത് കണ്ടപ്പോൾ പാവം പേടിച്ചുപോയി. എൻ്റെ കൺമണിക്ക് വല്ലതും പറ്റിയോ യശോദേ എന്ന് ചോദിച്ചു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുറിക്കകത്തേക്ക് പ്രവേശിച്ചത്. കണ്ണുമടച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ ഇതൊന്നും അറിയാത്തതുപോലെ ആ ഉണ്ണിക്കണ്ണൻ
അമ്മയുടെ മടിയിലിരുന്ന് ചിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മകനെ വാരിയെടുത്ത് ചുംബിച്ചു. അതിനുശേഷം അദ്ദേഹം യശോദയുടെ മടിയിലേക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് അദ്ദേഹം പുറത്തേക്ക് പോയി. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? വസുദേവർ പറഞ്ഞത് എത്രയോ പരമാർത്ഥമായിരിക്കുന്നു. അദ്ദേഹം ഒരു ദിവ്യൻ തന്നെയാണ്, സംശയമില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നന്ദഗോപർ വസുദേവരോട് മനസ്സിൽ നന്ദി പ്രകടിപ്പിച്ചു. പിന്നീട് ഗോപന്മാരെല്ലാവരും കൂടിച്ചേർന്നു പൂതനയുടെ ഭീമാകാരമായ ആ ശവശരീരം വെട്ടിമുറിച്ച് പല പല കഷ്ണങ്ങളാക്കി ദൂരത്തൊരു വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ആ മൃതശരീരം ദഹിപ്പിക്കുകയും ചെയ്തു. അവിടെ ആ പൂതനയുടെ ആ ശവശരീരം, ആ രാക്ഷസിയുടെ ശവശരീരം ദഹിപ്പിച്ചപ്പോൾ ആ ശവശരീരത്തിൽ നിന്നു വന്ന ഗന്ധം സുഗന്ധവാഹിനിയായിരുന്നു. കാരണം പൂതനയ്ക്ക് ഭഗവാന്റെ മാതാവിൻ്റെ സ്ഥാനമാണ് സിദ്ധിച്ചത്. കാരണം അവളുടെ മുലപ്പാല് ഭഗവാൻ കുടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ പുണ്യവതിയായിരിക്കുന്നു. അവൾ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ മാതാവിനു തുല്യമായിരിക്കുന്നു. വെറും ഒരു മാതൃത്വ ബന്ധമായിരുന്നില്ല അത്. തൻ്റെ മാറിൽ ആ ഉണ്ണിക്കണ്ണനെ കിടത്തി കണ്ണന് മുല കൊടുത്ത് തൻ്റെ നെഞ്ചിൽ കിടത്തിക്കൊണ്ടാണ് അവൾ ഈ ലോകം വിട്ടുപോയത്. അതുകൊണ്ട് തന്നെ അവൾ പുണ്യവതിയായിരിക്കുന്നു. അതുകൊണ്ടാണ് അവളുടെ ശവശരീരം ദഹിപ്പിച്ചപ്പോൾ ആ ശവശരീരത്തിൽ നിന്നും ഉയർന്ന പുകയ്ക്ക് ദുർഗന്ധമില്ലാതിരുന്നത്. ഇതാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പൂതനാ മോക്ഷം. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.